ഹായ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ സിറാണ് കേട്ടോ. അപ്പം അതിന് നമുക്ക് ആവശ്യമുള്ളത് കറിവേപ്പില ഒരു 4 തണ്ട് എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ തേയിലപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഹെയർ സിറം മുടി വളരാനായിട്ടും താരൻ പോവാനായിട്ടും മുടി കൊഴിച്ചിൽ മാറാനായിട്ടും വളരെ ഹെൽപ്ഫുള്ളാണ്. ഞാൻ ഉപയോഗിച്ച് റിസൾട്ട് കണ്ട ഒരു ഹെയർ സിറാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു 2.5 ഗ്ലാസ് വെള്ളം ഞാൻ പാനിൽ വെച്ചിട്ടുണ്ട്. ഈ 2.5 ഗ്ലാസ് വെള്ളത്തിനകത്തേക്ക് വെള്ളം ഒന്ന് ചെറു ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളെടുത്തിരിക്കുന്ന ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ചിട്ട് വേണം നമ്മളിതിനകത്തേക്ക് ഇടാനായിട്ട്. ചതച്ചിട്ടോ അരിഞ്ഞിട്ടോ നമുക്ക് ഇടാവുന്നതാണ്. ഇനി അതിന് ശേഷം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. അപ്പം ഉലുവയും ഇഞ്ചിയും നമ്മൾ ചേർത്തതിന് ശേഷം ഒരു 4 തണ്ട് കറിവേപ്പില. ഇപ്പം 2 തണ്ട് ഇട്ടാലും കുഴപ്പമില്ല, ചിലർക്ക് കറിവേപ്പില ഇഷ്ടമല്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് അത് നിങ്ങൾക്ക് അളവ് കുറയ്ക്കാം, പക്ഷേ ഇടാതിരിക്കരുത് കേട്ടോ. അപ്പം 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് ഈ വെള്ളം തിളച്ച്, നമ്മൾ 2.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്, പക്ഷേ ഇത് നേരെ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളത്തിലേക്ക് എത്തണം. അത്രയും നന്നായിട്ട് ഇത് തിളച്ചിട്ട് ഈ നമ്മൾ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിലെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങണം. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ഞാൻ നിർത്തി തിളപ്പിച്ച് അതിൻ്റെ സത്ത് മുഴുവൻ കിട്ടിയതിന് ശേഷമാണ് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തത്. എന്നിട്ട് ഒന്ന് ചെറിയ ചൂടോടെ നമുക്ക് വേറൊരു കപ്പിലേക്ക് ഇത് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരിച്ച് മാറ്റുന്നുണ്ട്. ചൂട് പോയിട്ടില്ല, പൂർണ്ണമായിട്ടും ചൂടുണ്ട്. ഇനി നമുക്കിത് നന്നായി തണുത്തതിന് ശേഷം മാത്രം തലയിൽ അപ്ലൈ ചെയ്യാവുള്ളൂ കേട്ടോ, ചൂടോടെ അപ്ലൈ ചെയ്യരുത്. അപ്പം ഇങ്ങനെ നമുക്കിത് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഒരു 2-3 ആഴ്ചയോളം സ്റ്റോർ ചെയ്യാം. ഇനി അല്ല പുറത്താണെങ്കിലും നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചാലും മതി. ഒരാഴ്ച 1.5 ആഴ്ച അതിൽ കൂടുതൽ വെക്കേണ്ട. നമ്മൾ ഹെയർ പാക്കിനകത്തൊക്കെ ആണെങ്കിലും വെള്ളത്തിന് പകരം നമുക്കിതാണെങ്കിലും ആഡ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്കുള്ള പ്രയോജനം എന്ന് വെച്ചാൽ പുതിയ പുതിയ ബേബി ഹെയർസ് വരാൻ തുടങ്ങും. അതേപോലെ മുടി കൊഴിച്ചിൽ മാറും. എന്ത് റീസൺ കൊണ്ടാണ് നമുക്ക് മുടി കൊഴിച്ചിലെന്നുള്ളത് ആദ്യം നമ്മൾ നോക്കണം. ഡാൻഡ്രഫ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോർമോണൽ ഡെഫിഷ്യൻസി കൊണ്ടാണ് നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാകുന്നതെങ്കിൽ അത് പ്രത്യേകം നമ്മൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യണം. അല്ല നോർമലി മുടി കൊഴിച്ചിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മൾ തേച്ച ഉടനെ മുടി വളരും എന്നല്ല ഞാൻ പറയുന്നത്. നമ്മളിത് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ സിറമാണ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട്സ് എന്താണോ, നിങ്ങൾക്ക് എന്താണ് ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. താങ്ക് യു.